ഇത്തവണ കൊല്ലം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം. കോൺഗ്രസിന് വേണ്ടി ജ്യോതികുമാർ ചാമക്കലയാണ് ഇവിടെ കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. ഓരോ ആളുകളെയും നേരിൽ കണ്ടുകൊണ്ട് 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അത് വോട്ടാകുമെന്നാണ് ജ്യോതികുമാർ ചാമക്കലയുടെ ഒരു പ്രതീക്ഷ. അത്തരത്തിൽ ഇപ്പോൾ പത്തനാപുരത്ത് അദ്ദേഹം ജനങ്ങളെ കണ്ട് കടയിലൊക്കെ കയറി വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, 5 വർഷമായി മണ്ഡലത്തിൽ ലൈവായിട്ടുണ്ട്. തീർച്ചയായിട്ടും 5 വർഷം സജീവമായി ഈ മണ്ഡലത്തിൽ നിന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുമ്പോഴും ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് പറഞ്ഞിരുന്നു, വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ ഈ മണ്ഡലത്തിലുണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷവും സജീവമായി ഈ മണ്ഡലത്തിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാനത് കൃത്യമായി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ട് 3-ാം ദിവസം മറ്റുമാണ് ഇവിടെ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു റിസൾട്ട് ഈ വർഷം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? 3-ാം ദിവസം ആയില്ല, പിറ്റേന്ന് തന്നെ എടുത്തു. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുക. ജനങ്ങളെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത് അവരുമായി ഇടപഴകി ജീവിക്കുക, പൊതുപ്രവർത്തകർ അവരുടെ ജീവിതത്തിൽ സംശുദ്ധി പുലർത്തുക, ഇതൊക്കെയാണ് അത്യാവശ്യമായി ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ വളരെ സജീവമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം മുതൽ ഇവിടെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ മരണത്തിന് കല്യാണത്തിന് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ പാലുകാച്ചിന് ക്ഷണിച്ചാൽ ഇതിനൊക്കെ പോകാറുണ്ട്. മരണം പറഞ്ഞാൽ കടന്നു ചെല്ലാറുണ്ട്, ബന്ധുക്കളെ ആശ്വസിപ്പിക്കാറുണ്ട്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാറുണ്ട്. ഇതൊക്കെ ഒരു കുറ്റമായി കാണുന്ന MLA ആണ് എനിക്കിവിടെ ഉള്ളത്. MLA പറയാറുള്ളത് ഈ മരണ വീട്ടിൽ സ്ഥിരം ചെല്ലുന്നതിനെതിരെ MLA ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ചെന്നത് ആ ജനങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ടും അവരോട് ഐക്യപ്പെടുന്നതും കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ വേറെ രീതിയിലാക്കാൻ ഉൾപ്പെടെ അത്തരം പല ശ്രമങ്ങളൂടെ നടന്നിട്ടുണ്ട്. ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തവണ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ല, അതിനെ വോട്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ടതില്ല. ഒരു മരണ വീട്ടിൽ കടന്നു ചെല്ലുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ മരണ വീടുകളിലേക്ക് കടന്നു ചെന്നതിൻ്റെ പേരിൽ എന്നെ ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനോഭാവമുള്ളയാളെന്നും പിന്നെ മരണത്തിൻ്റെ വ്യാപാരി എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആക്ഷേപം ഉണ്ടായപ്പോഴും ഞാൻ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ, അതിനോടൊന്നും പ്രതികരിക്കാതെ വളരെ സജീവമായി അതേ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മരണ വീട്ടിൽ പോവുകയും ആ മരണ വീട്ടിലെ മരണപ്പെട്ടയാളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ആ അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഇനിയും അത് ആവർത്തിക്കേണ്ടി വരും. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് അവൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല വിഷയങ്ങളുണ്ട്, ധാർമ്മികപരമായി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ ജനം ഈ പ്രാവശ്യം കൃത്യമായി ചിന്തിച്ചൊരു മാറ്റം എഴുതുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പരാതി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇവിടെ ഒരു മന്ത്രി, ആ മന്ത്രിയുടെ ഭാര്യ തന്നെ പരസ്യമായി തൻ്റെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം കിടപ്പറയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് താങ്കൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ കാത്തു സൂക്ഷിക്കേണ്ട സാമാന്യ മര്യാദയുടെ അതിർവരുമ്പോഴെല്ലാം ലംഘിച്ചപ്പോൾ അതൊന്നും ആർക്കും ഒരു വിഷയമല്ലെന്നേ. ഇവിടെ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലാസ് എടുത്തത് ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഹാബിച്വൽ ഒഫൻഡർ? തുടർച്ചയായി ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും 2ാം ഭാര്യയും ഒരേ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്, പരസ്ത്രീ ബന്ധം അല്ലേ. ആദ്യത്തെ ഭാര്യയ്ക്ക് തല്ലുകൊള്ളുകയും ചെയ്തു. 2ാമത്തെ ഭാര്യയും അതേ വിഷയം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആരാണ് ഹാബിച്വൽ ഒഫൻഡർ എന്ന് അദ്ദേഹമാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം പിന്നെ മറ്റുള്ളവരെ ക്ലാസ് എടുക്കാൻ വരുന്നത് എത്രത്തോളം ഗുണകരമാണ് എന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാകാം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊരു ചിന്ത ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിരവധിയായ വിഷയങ്ങൾ, മറ്റു രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ R ബാലകൃഷ്ണപിള്ള സാർ ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ശ്രീ VS അച്യുതാനന്ദൻ ഇല്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ 3 മഹാമേരുകൾ കേരള രാഷ്ട്രീയത്തിലെ മഹാമേരുകളില്ലാത്ത കേരളത്തിലെ നിയമസഭയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം കേരളം കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ എല്ലാവരും മലയാളി എവിടെയുണ്ടോ അതിനപ്പുറത്തേക്ക് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാം വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സ്ത്രീ വിഷയം കൊണ്ടുവന്ന വെറും ഹീനമായ രാഷ്ട്രീയ മാർഗം ഉപയോഗിച്ച ആളുടെ പേരാണ് KB ഗണേഷ് കുമാർ. ഇത് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പായപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി അപവാദം പറയുന്നതാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ സ്ത്രീ വിഷയം വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഞാനൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഞാൻ പരസ്യ പ്രസ്താവനയുമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രതികരണവുമായിട്ടോ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഞാനാ കുറ്റം പറയുന്നത്. ഞാൻ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നതാണ്. ഞാനാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വാധീനിച്ചത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ പരസ്യമായി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ ഇത്തരത്തിൽ കാണാനിടയായ സാഹചര്യം ഉണ്ടായി,
എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്നെ കൈകാര്യം കൈയേറ്റം ചെയ്യാൻ വന്നു എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, അതെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കാതലായ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തുതാപരമായി മറുപടി പറയേണ്ട വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം എപ്പോഴും ഒളിച്ചോടാറാണ് പതിവ്. കാര്യം പറയണ്ടേ, ഭൂമിക്ക് താഴെയുള്ള സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കും. സ്വന്തം വിഷയം വന്നാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായാൽ, കോൺട്രവേഴ്സി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ്, ആ കോൺട്രവേഴ്സിയിലൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ പൊതുജനങ്ങളോട് സംവദിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യങ്ങളിൽ മറുപടി പറഞ്ഞു തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പൊതുപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകുന്നവർ. അങ്ങനെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകുമ്പോൾ നമുക്കെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അത് ആരോപണമാകട്ടെ സത്യമാകട്ടെ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു പോകണം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് വരെ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ, ഇപ്പോഴത്തെ പ്രസൻറ്റ് വൈഫ് പറഞ്ഞ ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്തായാലും ജനം ഓഡിറ്റ് ചെയ്യുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യണ്ടേ? ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും അധികം വിധേയനാകുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം ചർച്ച ചെയ്യപ്പെടും, അദ്ദേഹം രാഷ്ട്രീയത്തിലെടുത്തിരിക്കുന്ന നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടും, അദ്ദേഹം ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം സ്വാഭാവികമാണ്, അത് നമുക്കത് കുറ്റപ്പെടുത്താനാണ്. അവസാനമായിട്ട് ചോദ്യം, ഇത്തവണ എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും ചെയ്യാം? റിപ്പോർട്ടർ TV പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കും. ഒരു തർക്കവും വേണ്ട. ജയമല്ല, വെറുമൊരു ജയമല്ല, വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. നിങ്ങൾ കാത്തിരുന്നുള്ളൂ.